ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സ്നേഹം. സ്നേഹത്തെ പറ്റി മാത്രം സംസാരിക്കാൻ ഒരു എപ്പിസോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്ന അധ്യായം 1 കൊരിന്തോസ് 13 അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ സ്നേഹത്തെ പറ്റി മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു അധ്യായം വളരെ ചെറിയൊരു അധ്യായമാണെങ്കിൽ പോലും ആ ഒരു അധ്യായം മുഴുവനുമായി സ്നേഹത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഞാനീ പറയുന്ന സ്നേഹം സാധാരണമായ ഒരു സ്നേഹത്തെ പറ്റിയല്ല. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തെ പറ്റി സംസാരിക്കാനാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതായത് ഇവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, എല്ലാ സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം വിശ്വാസമാണ്, സ്നേഹം പൂർണ്ണതയാണ്, സ്നേഹം സർവോത്കൃഷ്ടമാണ്, സ്നേഹം പ്രത്യാശയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സ്നേഹം എല്ലാം തികഞ്ഞതാണ്. പൗലോസ് ശ്ലീഹ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെ നേടിയിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടും എന്ത് പ്രയോജനം? ഒരു പക്ഷെ ഒരുപാട് സമ്പത്ത് നേടിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ജ്ഞാനം നേടിയിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയിട്ടും, ഭാഷാപരവും പ്രവചനപരവും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയിട്ടും പക്ഷേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും എന്ത് പ്രശ്നമെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്നേഹമുള്ളിടത്ത് അസൂയയില്ല, വിദ്വേഷമില്ല, പരിഭവമില്ല, പരിഹാസമില്ല, വെറുപ്പില്ല, പകയില്ല. സ്നേഹം സ്നേഹം തന്നെയാണ്. സ്നേഹത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. എന്നാൽ സ്നേഹമുള്ളിടത്ത് സഹനമുണ്ട്, എളിമയുണ്ട്, താഴ്മയുണ്ട്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, പൂർണ്ണതയുണ്ട്. അങ്ങനെ സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ട് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. പക്ഷെ ഈ ഒരു അധ്യായം ഒത്തിരി നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കത്തക്ക രീതിയിലുള്ളതാണ്. നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്താൽ പരസ്പരം നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ സാധിക്കുന്നില്ല, താഴ്മയില്ല, എളിമയില്ല, നമുക്ക് അവരെ വെറുക്കുന്നു, ദേഷ്യം തോന്നുന്നു, അസൂയ തോന്നുന്നു. ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിലെ യഥാർത്ഥ കാര്യം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ അവിടെ സഹനമുണ്ടാകും. നമ്മൾ താഴാൻ തുടങ്ങും, എളിമ പഠിക്കാൻ തുടങ്ങും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വേദന സഹിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നമുക്ക് താഴാൻ സാധിക്കണമെങ്കിൽ, അങ്ങനെ മറ്റുള്ളവരെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിക്കണമെങ്കിൽ, ഇതിനെല്ലാത്തിനും നമുക്ക് വേണ്ടത് സ്നേഹമാണ്. പരസ്പര സ്നേഹം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഇത് കുടുംബത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, നമ്മുടെ രാജ്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. എവിടെ സ്നേഹത്തിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ എവിടെ സ്നേഹമില്ലായ്മയുണ്ടോ അവിടെ പകയുണ്ടാകും, അസൂയ ഉണ്ടാകും, വെറുപ്പുണ്ടാകും. പിന്നെ അത് പകയും മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ ഒരു പക്ഷെ ആ ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് പോലും സാധ്യമാകും. അപ്പോൾ സ്നേഹമുള്ളിടത്ത് ഇതൊന്നും ഉണ്ടാവുകയില്ല. കാരണം സ്നേഹം എല്ലാത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ ഈ ഒരു ഘട്ടം ഇത് 1-ാം ഘട്ടമാണ്. പക്ഷെ 2-ാം ഘട്ടത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു നിലയിലാണ്. അതായത് സ്നേഹം എല്ലാത്തിന്റെ അടിസ്ഥാനമാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ദൈവവചനങ്ങൾ, ഓരോ വചനങ്ങളും ദൈവത്തിന്റെ സ്നേഹമാണ്. പക്ഷെ ദൈവം ചിലതൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, എന്ത് വേണമെങ്കിലും തരും. പക്ഷെ ഒരേ ഒരു കാര്യം ദൈവം തിരിച്ചു ചോദിക്കും നമ്മളുടെ അടുത്തുനിന്ന്. എന്താണെന്നറിയോ? ദൈവത്തെ സ്നേഹിക്കാൻ.
നമുക്ക് പറ്റുമോ ദൈവത്തെ സ്നേഹിക്കാൻ? വിട്ടുകൊടുത്ത് പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുമോ? അങ്ങനെ സ്നേഹിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് വേറെ ഒന്നും വേണ്ട, നമ്മൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ദൈവത്തിന്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക? പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം സന്തോഷവാനാകും, അവിടെ ദൈവത്തിന് സ്നേഹം പകർന്നു കിട്ടും. അപ്പോൾ ഒരു പരസ്പര ധാരണ, അതായത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു തീക്ഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നിത്യമായി ദൈവത്തോട് കൂടെ ഇരിക്കുക, ദൈവത്തോടൊപ്പം നമ്മൾ എന്തും ചോദിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുക. അത് സ്നേഹമാണ്, അത് പൂർണ്ണതയാണ്. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 3 കാര്യങ്ങളാണ് ശരിക്ക് ഒരു ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ, ഒരു ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്നേഹം, വിശ്വാസം, അതേപോലെ പ്രത്യാശ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസേയ പറയുന്നത് സ്നേഹം സർവോത്കൃഷ്ടമാണ്, സ്നേഹം എല്ലാത്തിനും മേലെയാണ്. കാരണം ദൈവം തന്നെ സ്നേഹമാണ്. അപ്പൊ അങ്ങനെ ദൈവം തന്നെ സ്നേഹമാകുമ്പോൾ സ്നേഹത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. ദൈവമാണ് എൻ്റെ എല്ലാം എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതായത് ഐ ട്രസ്റ്റ് യു ജീസസ്. നമ്മൾ ആദ്യം പറയേണ്ട ഐ ലവ് യു ജീസസ്, ഐ ട്രസ്റ്റ് യു ജീസസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇത് രണ്ടും സാധിക്കുമ്പോൾ അതിൻ്റെ 3-ാം ഘട്ടമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഹോപ്പ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ അവസാനിക്കുമെന്ന് തോന്നുന്നിടത്ത് അവിടെ പ്രത്യാശ വരും, പ്രതീക്ഷ വരും, ദൈവമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ദൈവത്തെ സ്നേഹിക്കുക. നമ്മളുടെ തന്നെ ജീവിതത്തിൽ നോക്കുക, എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്നത്, വിദ്വേഷം തോന്നുന്നത്. ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ചിലപ്പോൾ ചില ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തത് പോലെ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സംഭാഷണം നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നുന്നുണ്ടാവും, അവരുടെ പ്രസൻസ് തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ടാവും. അതിൻ്റെ ഒക്കെ കാരണം ഒന്നാണ്, സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ സ്നേഹം, അതായത് നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ കുറവുകളും കൂടുതലുകളും എല്ലാം നമ്മൾ മറന്നു പോകും. അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തി ആരെന്നോ ആ വ്യക്തിയുടെ കുറവുകൾ എന്തെന്നോ ഒന്നും നോക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം, പൂർണ്ണതയെ സ്നേഹിക്കാൻ സാധിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അവിടെ വിശ്വാസം ഉണ്ടാകും. അപ്പോൾ കുടുംബത്തിലൊക്കെ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലും അതുപോലെ മക്കളുടെ ഇടയിലും അതുപോലെ ഏത് പശ്ചാത്തലത്തിലെടുത്താലും നമ്മൾ നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് സ്നേഹമാണ്. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്നേഹം, അതുകൊണ്ടാണ് യുദ്ധവും അങ്ങനെ മറ്റു പല പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പരസ്പരം താഴാൻ സാധിക്കുന്നില്ല. ഒരു പരസ്പര ധാരണ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇത് മിസ്സാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ വെറുപ്പും വിദ്വേഷവും കോപവും വിരോധവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ആരോടൊക്കെയാണ് ദേഷ്യം തോന്നിയിട്ടുള്ളത്, വെറുപ്പ് തോന്നിയിട്ടുള്ളത്, ആരോടൊക്കെയാണ് നമ്മൾ പരിഭവം തോന്നിയിട്ടുള്ളത്, ആരെയൊക്കെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, ആരുടെയൊക്കെ മുന്നിലാണ് നമ്മൾ വാതിലടച്ചിരിക്കുന്നത്, ഒന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ അവരുമായി രമ്യതപ്പെടാൻ ശ്രമിക്കുക. കാരണം ഇത് സ്നേഹമാണ് എല്ലാത്തിനും അടിസ്ഥാനം. നിങ്ങൾ എന്തൊക്കെ നേടിയിട്ടും ഒരു കാര്യവുമില്ല.
എന്തൊക്കെ ജ്ഞാനം നേടിയിട്ടും, എത്ര വലിയ ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടും, എത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പാണ്ഡിത്യം കാണിച്ചിട്ടും, ഇതൊന്നും ദൈവത്തിന്റെ മുന്നിൽ ഇതിനൊക്കെ 0 ആണ് വാല്യൂ. നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് രമ്യതപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു നല്ല അയൽക്കാരനെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പിന്നെ എന്ത് നേടിയിട്ട് എന്ത് കാര്യം? അപ്പൊ നമ്മുടെ ബൈബിളിൽ സമരിറ്റന്റെ സ്റ്റോറിയും അതുപോലെ നല്ല അയൽക്കാരനെ പറ്റി ഒക്കെ പറയുന്നത് ഈ ഒരു വലിയ തത്വമാണ്. കൂടുതലൊന്നും പാണ്ഡിത്യം ദൈവത്തെ പറ്റി അറിയാൻ വേണ്ടി ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം, സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പരസ്പരം സ്നേഹിക്കുക. എവിടെയൊക്കെ വിള്ളലുകൾ വരുന്നുണ്ടോ അവിടെയൊക്കെ ദൈവത്തെ ഓർത്ത് ആ വിള്ളലുകളെല്ലാം, ആ ഭിന്നതകളെല്ലാം നമുക്ക് സിമെന്റ് ചെയ്യാൻ സാധിക്കണം. ഒരു വിള്ളൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാ വിള്ളലുകളും എല്ലാ ഭിന്നതകളും എല്ലാം നമ്മൾ സിമെന്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, അത് കൂട്ടി ഉറപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ, അവിടെ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്നേഹമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. വേറെ ഒന്നും നേടിയിട്ട് ഒരു കാര്യമില്ലെന്ന് വീണ്ടും വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളിടത്ത് സഹനമുണ്ട്, സ്നേഹമുള്ളിടത്ത് വിശ്വാസമുണ്ട്, സ്നേഹമുള്ളിടത്ത് പ്രത്യാശയുണ്ട്. അങ്ങനെ സ്നേഹം സർവോത്കൃഷ്ടമാണ്. ഗോഡ് ഇസ് ലവ്. സോ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഐ ലവ് യു ജീസസ്, ഐ ട്രസ്റ്റ് യു ജീസസ്, ഐ ഹാവ് ഫെയ്ത്ത് ഇൻ യു ജീസസ്. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുമ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന ആര് തന്നെ ആയാൽ പോലും അവരോട് പോലും നമുക്ക് ഒരു വിധത്തിലും ദേഷ്യം തോന്നുകയില്ല. കാരണം ദൈവം നമ്മളെ വെറുക്കാനല്ല പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു ചെകെടുത്ത് അടിച്ചാൽ മറ്റേ ചെകെടുത്ത് അടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ചെകെടുത്ത് അടിച്ചാൽ മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുത്ത് സഹനത്തിന്റെ പാതയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് സാക്രിഫൈസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് സഫറിങ്. നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ സ്നേഹം അതാണ്.